കാണുന്നുണ്ട്. അത് വായിക്കുന്നില്ല, അർത്ഥം വെക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളാണ്. വളരെ ഈ പേപ്പറിനേക്കാളും സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതിനാണ് അല്പം ടഫായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് വായിച്ചത്. ഈ കൊടുത്തിരിക്കുന്ന പേപ്പർ വളരെ എളുപ്പമുള്ളതാണ്. അതുമാത്രമല്ല, ഈ വായിച്ച പേപ്പറിലുള്ള ഒട്ടുമിക്ക ചോദ്യങ്ങളും ഈ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതോടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ഇതിൽ ആവർത്തിച്ച് വന്നതിനെ ഇമ്പോർട്ടൻ്റ് ആയി കണ്ടുകൊണ്ട് നല്ല രൂപത്തിൽ പഠിക്കുക. പ്രത്യേകിച്ച് തരീഫാത്തുകൾ, ഓരോന്നിൻ്റെയും ഡെഫിനിഷനുകൾ, പിന്നെ അതിൽ പറയുന്ന നിയമങ്ങൾ, വിധികൾ ഒക്കെ കൃത്യമായി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഖറാഅത്താണോ സുന്നത്താണോ എന്നുള്ളത്. പരീക്ഷയ്ക്ക് ഏത് പാഠത്തിൽ നിന്നും ചോദ്യം വരാമെങ്കിലും അവസാനത്തെ 4 പാഠങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതലായി ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ആ പാഠഭാഗങ്ങൾ നന്നായി ഓരോരുത്തരും ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ കിതാബിൽ പറയപ്പെട്ട ഹദീസുകൾ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. പിന്നെ വാക്കിൻ്റെ അർത്ഥങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. അതും കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല രൂപത്തിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മുഴുവൻ മാർക്കും നേടാൻ കഴിയും. ഈ ഒരു പേപ്പറും നല്ലോണം നമ്മൾ വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും. ഇനി നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ജസ്റ്റ് ആ ചോദ്യം ഏത് പാഠത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കി ആ പാഠത്തിലെ ചോദ്യോത്തരം ഒന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം അതിൻ്റെ ആൻസർ കണ്ടെത്താൻ കഴിയും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സഹായിക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ വസിയത്തുള്ള ആളുകൾ പേരെഴുതി സ്ഥലവും പേരും എഴുതി കമൻറ്റിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.